യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് പ്രാരംഭമായി നമുക്ക് യൂദയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങളൊന്ന് വായിക്കും. നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസം ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധനവ് വരുത്തിയും, നിങ്ങൾ ആദ്യം എല്ലാവർക്കും ആത്മീയ വർധന വരുത്തുന്നതിനേക്കാളും മുന്നേ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ആത്മീയ വർധന വരുത്തും. ഞാൻ അവിടെ പോയി ഇന്നാർക്കും ഒരു ഇച്ചിരി ഉപദേശം കൊടുക്കട്ടെ, അത് നീ നിന്നെ തന്നെ ഒന്ന് എന്ത് ചെയ്യണം? ആത്മീയ വർധന വരുത്തണം. എന്നിട്ട് എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. ശുശ്രൂഷയ്ക്കൊക്കെ ഇറങ്ങുന്ന നല്ല കാര്യമാണ്, ഓടിയടുത്ത് ശുശ്രൂഷിച്ചത്. പക്ഷേ ആദ്യം ആത്മീയ വർധന വരുത്തേണ്ട മേഖലകളിൽ ആത്മീയ വർധന ഉണ്ടാകണം. നിറയപ്പെടാത്ത വസ്തുവിന് എങ്ങനെ കൊടുക്കാൻ പറ്റും? എംപ്റ്റി ആയിരിക്കുന്ന ഒരു പാത്രത്തിൽ നിന്ന് നമുക്ക് പകരാൻ പറ്റും. ഇപ്പം ജോമോന് ഇവിടെ വന്നു, ഞാനൊരു പാലിന്റെ പാത്രം ഇവിടെ വെച്ചിരിക്കും, മായമില്ലാത്ത പാല് എന്നതിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് തുറന്നു, ജോമോന് പാത്രം കൊണ്ട് നിൽക്കുക, ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അതിനകത്തൊന്നും വീടില്ല. കാരണം അതെന്താ? എം ഡി വെസല, ശൂന്യമായ പാത്രമാണ്. ഞാനും നിങ്ങളും ശൂന്യമായ പാത്രങ്ങളായിരിക്കുവാനല്ല എന്റെ ദൈവം ആഗ്രഹിക്കുന്നത്. മനസ്സിലാക്കിയവർ മാത്രം ഒന്ന് കർത്താവിനെ സ്തുതിച്ചാൽ. എത്രയും പേർക്കേ മനസ്സിലായുള്ളൂ. അപ്പം സ്തുതിക്കാതിരുന്നവർക്കൊന്നും മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞു തരാം. നിറഞ്ഞെങ്കിൽ മാത്രമേ, അതിനകത്തുണ്ടെങ്കിൽ മാത്രമേ ഒരാളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പകരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നിറയാത്തതിന് പാത്രം എംപ്റ്റി ആയിരിക്കുന്നിടത്തോളം കാലം, ശൂന്യമായിരിക്കുന്നിടത്തോളം ആ പാത്രത്തിൽ നിന്ന് പകരാന്ന് പറഞ്ഞ വല്ല അർത്ഥമുണ്ടോ? ഇല്ല. എന്ത് പകരാന്? എഴുതി വെച്ചിട്ടുണ്ട് പുറത്ത്, നല്ല ലേബലിൽ, നല്ല വെള്ളക്കടലാസിൽ. കറുത്ത കടലാസ് വെള്ളയിലല്ല കേട്ടോ, കാരണം പാത്രം വിശുദ്ധമാണല്ലോ. വെള്ളക്കടലാസിൽ എഴുതി വെച്ചിരിക്കുക. അപ്പൊ എഴുതി വെച്ചപ്പം ഒരാൾ പറഞ്ഞു, ചുവന്ന മഷി കൊണ്ടൊന്നും എഴുതിയേ ഇരുതേ. സ്തോത്രം. അപ്പൊ അങ്ങനെ പാത്രത്തിന്റെ ഔട്ടറൊക്കെ സൂപ്പറാ. എന്തോ പാത്രത്തിന്റെ ഔട്ടർ എഴുതിയേക്കുന്നത്? സത്യവചനം, ശരിയായ വചനം എന്ന് പറഞ്ഞത് കൾട്ടല്ലെന്നായി എഴുതി വെച്ചേക്കുന്നത്. കൾട്ടല്ല, ഇങ്ങോട്ട് പോരെ, ഞങ്ങൾ പകരം. ഞങ്ങളവിടെ വലിയ അത്ഭുതങ്ങളൊന്നുമില്ല, സൗഖ്യങ്ങളൊന്നുമില്ല, വിടുതലുകളൊന്നുമില്ല. ഞങ്ങൾ അതിനൊക്കെ എന്ത് ചെയ്യാ? അങ്ങനൊന്നും കൊടുക്കുന്ന തലമല്ല, ഞങ്ങൾ വചനം കൊടുക്കുന്നവരാ. ഓക്കെ, വചനം വാങ്ങിക്കാൻ ആര് നിൽക്കുക? വചനം എന്ന മായമില്ലാത്ത പാല് കൊടുപ്പാൽ നമ്മുടെ ഒരു സഹോദരൻ ചെന്ന് പാത്രമായിട്ട് നിൽക്കുക. ഇങ്ങോട്ട് വിളിച്ചു, ഞാനിത് ഇങ്ങനെ ചരിച്ചോണ്ടിരിക്കും. ഇതാ നിറയുകയാണ്. എവിടെ നിറയും? വാക്കിലുള്ള നിറപ്പേ ഉള്ളൂ, കൈവച്ചുള്ള കാണിക്കലേ ഉള്ളൂ, ഒന്നും പകരുന്നില്ല. പാത്രം എംപ്റ്റി. എന്താ കാര്യം? നിറഞ്ഞാലല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവിക ശക്തിയിൽ നിറയപ്പെട്ടവരായി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥന കഴിച്ച് ഹല്ലേലൂയ ആത്മീക വർധനവ് വരുത്തി നിങ്ങൾ മുന്നോട്ട് ചലിക്കേണ്ടത് ആവശ്യമാണ്. ആ വാക്യം പൂർണ്ണമായില്ല. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു, നിത്യജീവനായിട്ട് നിത്യജീവൻ ലഭിക്കണമെങ്കിൽ തന്നെ ആരുടെ സാന്നിധ്യം ഉണ്ടാകണം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണ. ഹല്ലേലൂയ. അതിനുവേണ്ടി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ എങ്ങനെ? ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. മനസ്സിലാകുന്നുണ്ടോ? ദൈവസ്നേഹത്തിന് വിരോധമായ എന്തെങ്കിലും കാര്യങ്ങൾ, ഈർഷ, പിണക്കം, ഭിന്നത, അസൂയ, ജാരശങ്ക, ദ്വന്ദ്വപക്ഷം, ഈ വക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ അകത്തുനിന്ന് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ അകത്ത് നിറയേണ്ടത് യേശു ക്രിസ്തുവിന്റെ സ്നേഹമായിരിക്കണം. ഹല്ലേലൂയ. ഒരു വിഷയത്തെ കർത്താവ് എങ്ങനെ കാണുന്നു? ഒരു വ്യക്തിയുള്ള കർത്താവിന്റെ സമീപനം എന്ത്? ഇത് വ്യക്തമായി വിശുദ്ധ വചനത്തിൽ എഴുതിയിട്ടുണ്ട്.
അതുപോലെയാണോ ഞാൻ പെരുമാറുന്നത്? എന്നോട് ഇടപെടുന്ന, എന്നോട് നിരന്തരമായി കോണ്ടാക്ട് ചെയ്യുന്ന വ്യക്തികളോട്, വിശ്വാസികളോട്, സമൂഹങ്ങളോട് എൻ്റെ സമീപനം എന്താണ്? ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ സ്നേഹത്തിൽ ശുഭശ്രമം വായിച്ചാണ് കർത്താവിന്റെ ആ 21-ാമത്തെ വാക്യം. കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുക. ഹല്ലേലൂയ. ഇത് ഭയങ്കര പാടുള്ള കാര്യമല്ല. തകർത്ത് കളയുന്ന പിശാചിന്റെ പോരാട്ടങ്ങളെയും അവന്റെ ബന്ധനങ്ങളെയും കുറിച്ചൊക്കെ ഓർത്തല്ല തന്നെ പേടിച്ചിരിക്കുക. യേശുവിന്റെ സ്നേഹം അകത്തോട്ട് നിറഞ്ഞാലുണ്ടല്ലോ പിന്നെ പേടി ഉണ്ടാകുന്നു. എന്നെ തകർക്കാൻ ഒരു ശക്തിയും കഴിയത്തില്ലെന്നുള്ള വെളിപ്പാടിൽ നിറയും. യേശുവിന്റെ സ്നേഹം വന്നാലുള്ള വലിയൊരു പ്രത്യേകതയാണ്. കാരണം ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി, മരിക്കുന്നതിൽ ക്രിസ്തുവിന് വേണ്ടി. അല്ലെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഇടയിൽ ഭയം എന്നുള്ളൊരു സംഭവമില്ല. ഹല്ലേലൂയ. ഒറ്റ വാക്കുകൊണ്ട് സകലത്തെ ഉണ്ടാക്കിയ തമ്പുരാൻ എൻ്റെ അകത്തിരിക്കുന്നെങ്കിൽ ഞാൻ ഇതിനെ പിടിക്കണം. അപ്പൊ ആ സ്നേഹത്തെ, ക്രൂശിലെ ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞാൽ പിന്നെ ഭയം എന്തിനാ? ഭയമില്ലെങ്കിൽ പിന്നെ ആരുടെ ശത്രുതയുണ്ടോ? ഭയത്തിൽ നിന്നാണ് ശത്രുത ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. തിരിച്ചു പറയുന്നവരുണ്ട്, ശത്രുതയിൽ നിന്നാണ് ഭയം ഉണ്ടാകുന്ന പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഭയത്തിന്റെ പ്രൊഡക്റ്റായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ശത്രുതയുടെ പ്രൊഡക്റ്റായിട്ടല്ല കാണുന്നത്. ഞാൻ ഭയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന വിഷയങ്ങളായിട്ടാണ് ഇതിനെയെല്ലാം കാണുന്നത്. ഹല്ലേലൂയ. കാരണം ശത്രുത്വം തന്നെ ഇല്ലല്ലോ. നിനക്ക് നേരെ ആരൊക്കെ, ഏതൊക്കെ സംവിധാനങ്ങൾ എങ്ങനൊക്കെ എതിരിട്ടാൽ ഹല്ലേലൂയ, അതൊന്നും നിന്റെ മേൽ ഫലിക്കത്തില്ലെന്ന് പിന്നെന്തിനെ പേടിക്കും? ഹല്ലേലൂയ. അങ്ങനെ പറയണമെങ്കിൽ നിങ്ങൾ ആത്മീയ വർധന ഉള്ളവരായി മാറണം. ഇല്ലെങ്കിൽ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ അതിനെതിരെ വരുന്നതൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും? ഞങ്ങൾ നിരൂപിക്കാത്ത, ഞങ്ങൾ ചിന്തിക്കാത്തൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു, ദൈവം ഞങ്ങൾക്ക് അത് തന്നു, ദൈവം ഞങ്ങൾ അതിലൂടെ കടത്തി വിട്ടു എന്നൊക്കെ നേരം പറയും അല്ലേ? യഥാർത്ഥത്തിൽ സ്തോത്രം, നമ്മൾ അറിയേണ്ട വിഷയം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മൾ നിറഞ്ഞാൽ, ആ നിറവ് നമ്മളിൽ ഉണ്ടായാൽ, അല്ലെങ്കിൽ ശത്രുവിന്റെ ഒരു തന്ത്രവും നമ്മുടെ എന്ത് ചെയ്യത്തില്ല, ജയമെടുക്കത്തില്ല. ഓക്കെ, 1 യോഹന്നാൻ 4:18 വാക്യം ഒന്ന് വായിക്കും. 1 യോഹന്നാൻ 4:18 കേട്ടോ. സ്നേഹത്തിൽ എന്തിൽ നിറയണം നമ്മൾ പഠിച്ചത്? യൂദയുടെ പുസ്തകം 1:21 വായിച്ചു. യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിറയണം, ആത്മീയ വർധന ഉണ്ടാകണം. ഇവിടെ 1 യോഹന്നാൻ 4:18 വാക്യത്തിൽ പറയുകയാണ്, സ്നേഹത്തിൽ എന്തില്ല, ഭയമില്ല. ഞാനൊരു സിമ്പിൾ സംഭവം പറയാം. ഇപ്പം എൻ്റെ വൈഫ്, എൻ്റെ ഭാര്യ അജി പറയുക, വിൻചാറ്റം വരുന്നോ പിള്ളേരെ എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ 3 കുഞ്ഞുങ്ങൾ, എൻ്റെ 23 വയസ്സുള്ള കുഞ്ഞും ജന്തി പഠിക്കുന്ന ഇരട്ടകളും എല്ലാം 4 വഴിക്ക് ഓടിപ്പോയി പാത്തിരിക്കുക. ഇത് ആണ്ട് വരുന്നു. എന്താ അജി പറഞ്ഞു കൊടുത്തേ? ആണ്ടപ്പ വരുന്നത്, ആണ്ടപ്പ. അപ്പൊ അപ്പ ഇത് കേട്ടപ്പം ഒരു പേടിക്കുന്ന തലം ആണെങ്കിൽ ഇത് സ്നേഹത്തിൽ നിന്നുള്ളതാണോ? അപ്പേന് കേൾക്കുമ്പോ തന്നെ ഹൃദയത്തിൽ എന്തൊന്നില്ലാത്തൊരാനന്ദവും സന്തോഷവും. ഞങ്ങളുടെ അപ്പ വന്നേ. പിള്ളേരെ ഒന്നും വിളിക്കണ്ട, എന്തിയാ കൊച്ചുങ്ങളൊന്നും കണ്ടില്ലല്ലോ, എവിടെ പോയി പാത്തിരിക്കാന്ന് ചോദിക്കണ്ട. അപ്പം വന്നപ്പോഴേ പിള്ളേരെല്ലാം എത്തിക്കഴിഞ്ഞു. ഇവിടെ അപ്പം വന്നു, അതാ സ്നേഹം. അപ്പം പിള്ളേരെ തപ്പി നടക്കേണ്ട കാര്യമില്ല. അപ്പം വന്നപ്പം പിള്ളേരെല്ലാം അകത്തുനിന്ന് ഇറങ്ങി അപ്പനെ എതിരേറ്റു. സ്തോത്രം, ഹല്ലേലൂയ. എന്നോട് വ്യക്തിപരമായി ഒരു പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു പ്രശ്നത്തിനകത്ത് ഞാൻ ഇങ്ങനെ സ്റ്റഡി ചെയ്തപ്പോൾ ആ കുഞ്ഞ് വളർന്നു വന്ന കുഞ്ഞിന് അപ്പനിൽ ഒത്തിരി ഡിസ്റ്റൻസ് ഉണ്ടായി, ഒത്തിരി അകൽച്ചയുണ്ടായി. അപ്പൊ അകൽച്ചയുടെ കാരണം തിരക്ക് വന്നപ്പോൾ കൊച്ചിന്റെ ഹൃദയത്തിൽ അമ്മയോട് എതിരിടുന്ന, അമ്മയെ ഉപദ്രവിക്കുന്ന, അമ്മയോട് ഭവനത്തിനകത്ത് വല്ലാത്ത രീതിയിൽ പെരുമാറുന്ന അപ്പനെ കുറിച്ചുള്ള നിരന്തരമായ ചിത്രം ആ കുഞ്ഞിന്റെ അകത്തൊരു വല്ലാത്ത അവസ്ഥ ക്രിയേറ്റ് ചെയ്യും. അതിന്റെ വളർച്ചയുടെ ഘട്ടത്തിൽ അപ്പനോട് അകന്നു നിൽക്കാൻ ആ കുഞ്ഞിനൊരു പ്രേരണയുണ്ട്. യഥാർത്ഥത്തിൽ
ആ അപ്പൻ യഥാർത്ഥത്തിൽ പിന്നീട് വിശ്വാസത്തിൽ നല്ല രീതിയിലൊക്കെ ജീവിതം മുന്നോട്ട് വന്നിട്ടും ഈ കുട്ടിക്ക് അപ്പനോട് അത് അടുക്കാൻ കഴിയുന്നില്ല. കാരണം കൊച്ചിൻ്റെ അകത്ത് ചെറുപ്രായത്തിലുണ്ടായ ചില പോറലുകൾ, ചില മായ്ക്കാൻ പറ്റാത്ത ചില വരകൾ, ജീവിതത്തിലെ ചില അനുഭവങ്ങൾ, അപ്പൻ്റെ കാലെ വട്ടം പിടിച്ച് അമ്മയെ ഒന്നും ചെയ്യല്ലേ എന്ന് പറയുന്ന ആ കുഞ്ഞിന്റെ അനുഭവങ്ങൾ, അതൊക്കെ അതിന്റെ വളർച്ചയുടെ ഘട്ടത്തിൽ അതിന്റെ മൈൻഡ് സെറ്റിൽ, അതിന്റെ മാനസികമായ തലങ്ങളിൽ ഒരുപാട് വ്യതിയാനങ്ങളെ സൃഷ്ടിച്ചു. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാണ്. ഇവിടെ വിശുദ്ധ വചനം പറയുന്നു, നല്ലൊരപ്പൻ, നല്ലൊരു പിതാവ്, നല്ലൊരു ദൈവം. ആ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം, ആ സ്നേഹം അകത്തു വന്നാൽ പിന്നെ ഭയമുണ്ടാകുകയും, അയ്യോ ദൈവം തമ്പുരാന്റെ സാന്നിധ്യം പേടിച്ചു വിറച്ച്. പുതിയ ദൈവ വിശ്വാസി അങ്ങനെയല്ല. ഞങ്ങളുടെ കർത്താവ് വരുന്നു. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവൻ അങ്ങനെയാ പറയുന്നത്. ഞങ്ങളുടെ അപ്പ വരുന്നു, അയ്യോ ഓർപ്പിക്കല്ലേ എന്റെ സഹോദര, ഒന്നും ഉണ്ടാകല്ലേ എന്ന് ചിന്തിക്കുന്നവരെയുണ്ട്. ഇപ്പോഴൊന്നും അങ്ങനെ സംഭവിക്കല്ലേ, അല്ലേ? തമ്പുരാന്റെ പ്രസൻസ് കൊതിക്കും തമ്പുരാനെ സ്നേഹിക്കുന്നവർ. നല്ലൊരു അപ്പന്റെ ആ സാമീപ്യത്തെ കൊതിക്കും സ്നേഹമുള്ള മക്കൾ. ഒരു ഗ്രഹനാഥൻ, ആ ഗ്രഹനാഥൻ നല്ലവനാണെങ്കിൽ, ശാന്തതയും സൗകര്യമുള്ളവനാണെങ്കിൽ, അവൻ ആ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാക്കുന്നവനാണെങ്കിൽ, ഈ ഗ്രഹനാഥൻ എപ്പോഴും ഞങ്ങൾ ഉണ്ടാകണമേ എന്ന് ആ ഭവനത്തിലുള്ളവർ ആഗ്രഹിക്കും. ഇല്ലെങ്കിൽ എന്തോ ആഗ്രഹിക്കും, ഞാൻ വീട്ടോട്ട് പോകുന്നു, അവധിക്ക് വന്നേക്കുക, ഞാൻ ഭയങ്കര പ്രോബ്ലം ഉണ്ടാക്കുന്നവൻ എന്നും ഓരോന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചോണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കും ബഹളം വെക്കാൻ വേണ്ടി. ആ വീട്ടിലുള്ളവരെല്ലാം എന്തോ ആയിരിക്കും ചിന്തിക്കുന്നത്. മക്കളൊക്കെ എന്തോ പറയും, അപ്പൻ്റെ അവധി എന്നാ കഴിയുന്നത്, അമ്മയോട് എന്ത് ചോദിക്കും, അപ്പൻ എന്നാ പോകുന്നത്, എന്താ കാര്യം? ഈ അപ്പൻ ആരാ? ഒരു പ്രോബ്ലം ക്രിയേറ്ററാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ അപ്പൻ ആരായി മാറി? ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന വ്യക്തിയായി മാറി, ഒരു പ്രോബ്ലം ക്രിയേറ്ററായി മാറി. അപ്പൊ അപ്പനെ പറ്റി ചെന്ന് ചോദിക്കുക മക്കള്, അമ്മേ എപ്പോഴാ അച്ഛൻ പോകുന്നത്, എവിടാണ്, അല്ല ഇപ്പൊ എന്നാ പുള്ളി ലീവ് കഴിഞ്ഞ് എന്നാ പോകുന്നത്, ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ, എന്റെ ദൈവമേ ഇനിയുണ്ടോ ഒത്തിരി മാസം, എന്താ കാര്യം? ഓരോ ദിവസവും ഈ അപ്പന്റെ കൂടെയുള്ള ജീവിതം ദുഷ്കരമാണ്. ഈ അപ്പന് പറയാം, എന്നെ അറിയാൻ ആരുമില്ല ഇവിടെ, എന്നെ മനസ്സിലാക്കുന്നില്ല, പാത്രം തല്ലിക്കൊണ്ടിരിക്കുന്നവനും ഓടി കിടന്ന് അലപ്ര കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഞാൻ പറയാം, എന്നെ അറിയാൻ ആരുമില്ല. വീട്ടിലൊരു എന്താ ഈ അറിയാന്ന് പറഞ്ഞ കീഴ്പ്പെട്ട എന്ത് പറഞ്ഞാലും എന്ത് കാണിച്ചാലും യെസ് സാർ എന്ന് പറയുന്നതാണെങ്കിൽ അസാദ് പറഞ്ഞതാണ് കറക്റ്റ് എന്ന് പറയുന്ന ലെവലിലേക്ക് ഒരു ഓഫീസ് റിലേഷൻഷിപ്പ് വീടിനകത്ത് കൊണ്ടുവരുവാണെങ്കിൽ ആ അപ്പം പറയും, ഇപ്പോഴാണ് എൻ്റെ ഭാര്യ മക്കളും എന്നെ അറിഞ്ഞത്. യേശു ക്രിസ്തുവിന്റെ മഹത്വത്തെ, മർമ്മത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു ബന്ധമല്ല കുടുംബജീവിതം എന്ന് പറയുന്നത്. ഒരു സാറും ബാക്കിയുള്ള ഒരു കുട്ടികളോ എന്ന നിലയിലല്ല, അല്ലെങ്കിൽ ഒരു ഹയർ അതോറിറ്റിയും ബാക്കിയുള്ള കീഴുദ്യോഗസ്ഥരും എന്ന നിലയിലല്ല ഒരു കുടുംബം പോകുന്നത്. അവിടെ തുല്യതയുണ്ട്, അവിടെ അഭിപ്രായങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായങ്ങളെ മാനിക്കലുണ്ട്. എന്നാൽ അതിൻ്റെ അകത്ത് അവരുടെ സ്വകാര്യതകളുമുണ്ട്. ഇതെല്ലാം ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നതാണ് ഒരു കുടുംബജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ യുവാവായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ നിങ്ങൾക്കറിയാം. ഇപ്പൊ കുടുംബജീവിതമായിക്കോട്ടെ, സഭാവിശ്വാസമായിക്കോട്ടെ, സമൂഹത്തിൽ ഇടപെടുന്ന രീതികളായിക്കോട്ടെ, അവിടെ ഒക്കെയും ഏത് മേഖലയാണോ അവിടെയൊക്കെയും ദൈവത്തിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നവരായി നിങ്ങൾ മാറേണ്ടത് ആവശ്യം. ഇവനൊക്കെയാണോ ദൈവത്തെ അറിഞ്ഞു വരുന്നത്? എന്നെയും നിങ്ങളെയും നോക്കി സമൂഹം പറയുവാൻ ഇടവരാതിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? പുള്ളി ഭയങ്കര വിശുദ്ധനാണ്, ഭയങ്കര വിശുദ്ധനാണ്, വെള്ളം വരെ അരിച്ചു കുടിക്കുന്ന ആളാണ്. കണ്ടന്റ് മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ ആർക്കും ഒരു ഗുണമില്ല, എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. അപ്പൊ വിശുദ്ധി എന്ന് പറയുന്നത് തന്നെ യേശു
ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനമാണ്. അതിവിശുദ്ധ വിശ്വാസം. ആരെ കുറിച്ചുള്ള വിശ്വാസം? എനിക്ക് വേണ്ടി ക്രൂശിൽ സകലതും ഒരുക്കി തന്നവനെ കുറിച്ചുള്ള വിശ്വാസം. ആ പരിജ്ഞാനം, അതിൽ നിങ്ങൾ നിറയുമ്പോൾ നിങ്ങൾ ആത്മീയമായി വർധന പ്രാപിക്കുന്നവരായി മാറും. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഘടകമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ, പരിശുദ്ധാത്മാവിന്റെ സഹായം നിങ്ങൾ തേടിയാൽ നിശ്ചയമായും നിങ്ങൾക്ക് ജയകരമായ ഒരു ജീവിതം ഉണ്ടാവും. അല്ലേ? 18ാമത്തെ വാക്യമല്ലേ ഇപ്പൊ വായിച്ചത്? അതിന്റെ 9-10 ആ അധ്യായത്തിന് 9-10 വാക്യമുള്ളത് വായിക്കാം. 9-10 വാക്യം. പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ യേശു ക്രിസ്തുവിനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ആ കാര്യത്താൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി വെളിപ്പെട്ടു. ക്ലിയർ ആണോ? പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി അയച്ചു. കാൽവറി കൊലക്കളത്തിൽ യാഗമാക്കി മാറ്റുവാൻ തക്കവണ്ണം ഒരു ദൗത്യം ഏറ്റെടുത്ത് ആ ദൗത്യം പൂർത്തീകരിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ സന്നിധിയിലേക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു എന്നതിലൂടെ പിതാവ് തന്റെ സ്നേഹത്തെ, നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. മനസ്സിലാക്കിയത് നിർത്താൻ ശ്രമിച്ചാട്ട്. ഈ പിതാവായ ദൈവം എന്ന് പറയുമ്പോൾ തന്നെ ഏതോ ഒരു ചിന്തിക്കാൻ പോലും അടുക്കാൻ പോലും പറ്റാത്ത, അങ്ങനല്ല. അതാ യേശു ഒക്കെ പറഞ്ഞു എന്റെ പിതാവ് കരുണാസമ്പന്നനാണ്. നിങ്ങൾ അറിഞ്ഞ പിതാവ് വേറെയാണ്. അവൻ തന്റെ സ്നേഹത്തെ ക്രൂശിൽ പ്രദർശിപ്പിക്കുക. അല്ലേ? അതിൽ പിതാവ് പുത്രനിലൂടെ നമ്മളുള്ള സ്നേഹത്തെ എന്ത് ചെയ്തു? വെളിപ്പെടുത്തി. വായിച്ചു. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്കായി പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകും. പാട്ട് പാടാറുണ്ട്. സ്നേഹമാം നിന്നെ കണ്ടവർ പിന്നെ സ്നേഹിക്കാതെ. അറിയാമല്ലേ എല്ലാവർക്കും ഈ പാട്ടില്ലേ? സ്നേഹമാണോ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നത്? നിങ്ങളുടെ ജീവിത ഇടപാടുകളിലൊക്കെ സ്നേഹം വെളിപ്പെടുന്നുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ളവരുടെ വേദനകളെ, നൊമ്പരങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ക്രൂശിൽ യേശു നമ്മുടെ വേദനകളെ അറിഞ്ഞു, നമ്മുടെ പാപങ്ങളെയും രോഗങ്ങളെയും ശാപങ്ങളെയും അവൻ ക്രൂശിൽ ഏറ്റെടുത്തു. ആ സ്നേഹത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല. ദൈവസ്നേഹത്തിൽ നിങ്ങൾ നിറയപ്പെടട്ടെ. നിങ്ങളുടെ സ്നേഹം, നിങ്ങൾ അകത്തിരിക്കുന്ന ദൈവസ്നേഹം ലോകത്തിലേക്ക് പകരുന്നവരായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. അരുമനാഥ, പ്രിയപിതാവേ, കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ, അങ്ങയുടെ ശക്തിയിൽ ദിനംപ്രതി നിറഞ്ഞവരായി മാറുവാൻ കർത്താവ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകലരുടെയും ജീവിതത്തിൽ ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഭയം അകത്തു നിന്ന് മാറട്ടെ. കുടുംബഘടകത്ത് വ്യാപരിക്കപ്പെടുന്ന ഭയങ്ങൾ മാറട്ടെ. സമൂഹത്തിൽ വ്യാപരിക്കപ്പെടുന്ന ഭയങ്ങൾ മാറട്ടെ. സ്വസ്ഥതയുടെയും സമാധാനത്തിന്റെയും അനുഭവങ്ങൾ എല്ലായിടത്തും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ കൃപയുടെ വ്യാപാരം വെളിപ്പെടുന്നതിനെ ഓർത്ത് സ്തോത്രം. കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ലാസ്റ്റ് ടൈം മിനിസ്റ്റർ ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ്, സ്നേഹമായവരെ നിങ്ങൾ തിരിച്ചറിഞ്ഞെങ്കിൽ ആ സ്നേഹം മറ്റുള്ളവരിൽ പകരുവാൻ പരിശുദ്ധാത്മാവിന്റെ കൃപ നിങ്ങളുടെ മേലെ ഇറങ്ങട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.